നമ്മുടെ പാരമ്പര്യ ജ്ഞാനത്തിന്റെ കാവൽക്കാരൻ പ്രൊഫസർ വെമ്പട്ടി കുടുംബശാസ്ത്രി, പത്മശ്രീ ജേതാവ് 2026. ഇന്ത്യയിലെ പ്രമുഖ സംസ്കൃത പണ്ഡിതനും ഭരണകാര്യ നിപുണനുമായ അദ്ദേഹത്തിന്റെ ഈ യാത്ര ഈ പുണ്യപർവ്വതങ്ങളിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. 10 വയസ്സിൽ തന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം വേദപാഠശാലയിൽ വേദങ്ങൾ അഭ്യസിച്ചതോടെയാണ് ഈ യാത്രയുടെ തുടക്കം. സംസ്കൃതം ഞാൻ തിരഞ്ഞെടുത്ത വഴിയല്ല. കുട്ടിക്കാലത്ത് അച്ഛന്റെ ആഗ്രഹം പിന്തുടർന്ന ഒരു യാത്ര മാത്രമായിരുന്നു. എങ്കിലും ആ ഭാഷ എന്നെ വേഗത്തിൽ കീഴടക്കി. അതിനെ കേന്ദ്രീകരിച്ച് ജീവിതം കെട്ടിപ്പടുത്തത് എന്റെ സ്വന്തം തീരുമാനമായിരുന്നു. 1950 ഗുഡ്ലവല്ലേറുവിൽ ജനിച്ച അദ്ദേഹം 10 അംഗങ്ങളുള്ള കുടുംബത്തിൽ ഒരു വലിയ കുടുംബത്തിലാണ് വളർന്നത്. പണം കുറവായിരുന്നെങ്കിലും മൂല്യങ്ങളാൽ സമ്പന്നമായിരുന്നു. വീട്ടു ചുമതലകൾ നിറവേറ്റുന്നതിനിടയിലും അമ്മ ഭക്തിഗാനങ്ങൾ പാടുമായിരുന്നു. നമ്മുടെ പാരമ്പര്യങ്ങളും സംസ്കാരവും കാത്തുസൂക്ഷിക്കാൻ അച്ഛൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. കൗമാരത്തിൽ ചെരുപ്പില്ലാത്ത കാലുകളും കനത്ത വേനലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യാത്രയെ തടഞ്ഞില്ല. മികവിനായുള്ള തിരച്ചിൽ അതിലും ശക്തമായിരുന്നു. എന്റെ ഗുരുക്കന്മാർ എപ്പോഴും എന്നെ നയിച്ചിരുന്നു. ജോലി അന്വേഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ മഹാനായ കാഞ്ചി പരമാചാര്യൻ ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി മഹാരാജ് പറഞ്ഞു, അല്ല, നീ സംസ്കൃതത്തിൽ കൂടുതൽ മുന്നോട്ടു പോകണം. PhDക്ക് ശേഷം അധ്യാപകനായി തുടക്കം കുറിച്ച അദ്ദേഹം പിന്നീട് ഭരണരംഗത്ത് തന്റെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ചു. രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ ഡയറക്ടറായി, പിന്നീട് സെൻട്രൽ സംസ്കൃത സർവകലാശാല ഡൽഹിയായി മാറിയ സ്ഥാപനത്തിന് ഡീംഡ് സർവകലാശാല പദവി നേടാൻ അദ്ദേഹം ശക്തമായി പരിശ്രമിച്ചു. വൈസ് ചാൻസലറായി സോമനാഥ് സംസ്കൃത സർവകലാശാലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ ആവശ്യമായ പ്രധാന ധനസഹായം അദ്ദേഹം നേടി. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സംസ്കൃത സ്റ്റഡീസിന്റെ പ്രസിഡന്റായി 2 കാലാവധികൾ പ്രവർത്തിച്ച പ്രൊഫസർ ശാസ്ത്രി ഏഷ്യയും ഉത്തര അമേരിക്കയും ഉൾപ്പെടെ 4 ലോക സംസ്കൃത സമ്മേളനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. സംസ്കൃതത്തെ കൂടുതൽ സുഗമമാക്കാൻ നടത്തിയ അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമങ്ങൾ പുതിയ തലമുറകളെ ഈ പുരാതന ഭാഷയെ സ്നേഹിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. 75-ാം വയസ്സിലും അദ്ദേഹം തളരാതെ മുന്നേറുന്നു. ഇപ്പോൾ അദ്ദേഹം ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വ മഹാവിദ്യാലയത്തിന്റെ ചാൻസലറായി സേവനം ചെയ്യുന്നു. ജോലി നേടുക എന്നതിലുപരി വിഷയത്തെ സ്നേഹിച്ച് പഠിക്കുക. പഠനത്തെ ആസ്വദിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ സംസ്കൃതമോ മറ്റെന്തെങ്കിലും വിഷയമോ ആകട്ടെ, നിങ്ങളുടെ വിജയം തീർച്ചയായും അനിവാര്യമാകും. പ്രൊഫസർ വെമ്പട്ടി കുടുംബശാസ്ത്രി, പത്മശ്രീ 2026.